ഈ വരുന്ന ജനുവരി 26 ആപ്പിൾ TV പ്ലസിലൂടെ പുതിയൊരു സീരീസ് പുറത്തു വരുന്നുണ്ട്, മാസ്റ്റേഴ്സ് ഓഫ് ദി എയർ. ഈ സീരീസ് കാണാൻ ഞാൻ ഭയങ്കരധികം എക്സൈറ്റഡ് ആണ്. കാരണം ഇത് എടുത്തിട്ടുള്ളത് ബാൻഡ് ഓഫ് ബ്രദേഴ്സിൻ്റെയും പെസഫിക് എന്ന സീരീസിൻ്റെ ഒക്കെ മേക്കേഴ്സാണ്. കാരണം ബാൻഡ് ഓഫ് ബ്രദേഴ്സൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള രണ്ടാമത്തെ സീരീസ് എന്താണ്. ആ 2 കഴിഞ്ഞ് 100-200 സീരീസുകൾ ഞാനിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടും സ്റ്റിൽ അതൊക്കെ എനിക്ക് വളരെ ബെസ്റ്റായിട്ട് നിൽക്കുന്ന സീരീസുകളിൽ ഒന്നാണ്. ഇത്ര എണ്ണം കണ്ടിട്ടില്ല, കുറേ എണ്ണത്തിൻ്റെ കഥയടക്കം മറന്നുപോയി, ക്യാരക്ടേഴ്സ് മറന്നുപോയി. പക്ഷേ സ്റ്റിൽ ബാൻഡ് ഓഫ് ബ്രദേഴ്സിൻ്റെ ഒക്കെ ഓരോ ക്യാരക്ടേഴ്സും ഓരോ പർട്ടിക്കുലർ ഇവൻറ്റും സീക്വൻസുകളൊക്കെ തന്നെ ഇപ്പോഴും മനസ്സിലുണ്ട്. അത്ര ഗംഭീരമായിട്ട് അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. സോ അങ്ങനെ എടുത്ത ആൾക്കാർക്ക് 10-20 വർഷം കഴിഞ്ഞിട്ട് എത്ര കിഡിലിന് ഔട്ട്പുട്ടുള്ളൊരു സാധനമായിരിക്കും കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കരധികം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറയാം. കാരണം സെയിം ടോം ഹാങ്ക്സും സ്റ്റീഫൻ സ്പിൽബർഗൊക്കെ തന്നെയാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ മാസ്റ്റേഴ്സ് ഓഫ് ദി എയർ എന്നൊരു സീരീസ് വരുന്നുണ്ട്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെ പോയാലും അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ബാൻഡ് ഓഫ് ബ്രദേഴ്സിനെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ഇപ്പോഴും സ്റ്റിൽ അധികം ആൾക്കാർ കണ്ടിട്ടില്ല, അതൊരു അൺറേറ്റഡ് സീരീസാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ചിലപ്പോൾ എൻ്റെ ഒരു തോന്നൽ മാത്രമായിരിക്കും. കാരണം 2001 ഇറങ്ങിയതാണ്, അത്ര പഴയ സീരീസാണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് അവഗണിക്കുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലോ, അത് എമ്മി അവാർഡ്സും ഗോൾഡൻ ഗ്ലോബിലൊക്കെ ബെസ്റ്റ് മിനി സീരീസിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള സീരീസാണ്. ദെൻ വേൾഡ് വാറിനെ പറ്റിയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് എന്നും കൂടി പറയേണ്ടി വരും. അത് ബാൻഡ് ഓഫ് ബ്രദേഴ്സ് ചർച്ച ചെയ്തത് സെക്കൻഡ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഈസി കമ്പനി എന്ന് പറയുന്ന ഒരു പാരച്യൂട്ട് ഇൻഫൻട്രി റെജിമെന്റിനെ കുറിച്ചായിരുന്നു. ചുരുക്കി പറഞ്ഞ പാരാട്രൂപ്പേഴ്സ്. അപ്പോൾ ലാൻഡിൽ നടക്കുന്ന യുദ്ധങ്ങളായിരുന്നു ഇവർ മുഴുവനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ ഒരു വേൾഡ് വാറിൽ ഇവരുടെ പാർട്ടിസിപ്പേഷൻ അതിനെ വളരെ നീറ്റായിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. പല പല ടെറൈൻസിൽ ചിലപ്പോൾ മഞ്ഞുമൂടി ഇറങ്ങളുണ്ടാവും, ചിലപ്പോൾ ഒരു ഡെസേർട്ടഡ് ഏരിയ, അങ്ങനത്തെ പല പല ടെറൈനിൽ പല പല ടൈപ്പ് രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു ടീം മുഴുവനായിട്ട് അതിൽ ഓരോരുത്തരും ഇങ്ങനെ കൊഴിഞ്ഞൊക്കെ പോകുന്നുണ്ടാവും. സോ എങ്ങനെയാണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട് റോയിൽ എങ്ങനെയാണ് ഇവർ നിന്നത് എന്നാണ് ഈ സീരീസ് കാണിച്ചു തന്നത്. ആൻഡ് ഇത് ക്രിയേറ്റ് ചെയ്തത് ടോം ഹാങ്ക്സും സ്റ്റീഫൻ സ്പിൽബർഗും തന്നെയാണ്. ഇതിന് മുമ്പ് ഇവർ ചെയ്തിട്ടുള്ള സേവിങ് പ്രൈവറ്റ് റയാൻ, ആ ഒരു കോംബോ എത്ര ഗംഭീരമാണെന്ന് നമുക്കറിയാം. വൺ ഓഫ് ദി ബെസ്റ്റ് വാർ മൂവി എവർ എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു ടീം എടുത്തിട്ടുള്ള ഈ ഒരു സീരീസും ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് വാർ സീരീസ് എവർ. ഈ വാർ സീരീസും സിനിമകളൊക്കെ ഞാൻ പേഴ്സണലി കാണാനുള്ള മെയിൻ കാരണങ്ങളിൽ ഒന്ന് അതിൻ്റെ വിഷ്വലാണ്. അപ്പാർട്ട് ഫ്രം ദി സ്റ്റോറി ലൈൻ, ഇപ്പോൾ കഥയുണ്ടാവും, പക്ഷേ അവർ ആക്ഷൻ സെറ്റ് പീസസ് ഒക്കെ കാണാനാണ് ഞാൻ കൂടുതലായിട്ട് കാണാറ്. ഇപ്പോൾ അത്തരത്തിലുള്ള ഗെയിമുകളൊക്കെ കളിക്കാറുള്ളതൊക്കെ തന്നെ. സോ ഈ ഒരു സാധനം നമ്മളൊരു പക്ക ഗെയിം കളിക്കുന്ന പോലെയായിരുന്നു. ബാൻഡ് ഓഫ് ബ്രദേഴ്സ് മുഴുവനായിട്ട് പക്ക ഒരു കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുന്ന പോലെ. കോൾ ഓഫ് ഡ്യൂട്ടിയുടെ വേൾഡ് വാർ 2 എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്, പുതിയത് ഇറങ്ങിയിട്ടുള്ള പഴയത്. സോ അവരുടെ ആ ഒരു ഇനീഷ്യൽ ഫേസിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഐ തിങ്ക് കോൾ ഓഫ് ഡ്യൂട്ടി 2 എന്നെന്താണ് അതിൻ്റെ പേര്. അതിലെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. ഈ ഒരു നമ്മൾ സേവിങ് പ്രൈവറ്റ് റയാൻ കളിക്കുന്ന പോലെ തന്നെ പല പല ടെറൈൻ ഇങ്ങനെ മാറി വന്ന് അതേ ഒരു ഫീൽ നൽകിയിട്ടൊരു സാധനം. സോ അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ ഈ ഒരു സീരീസ് ലൈഫിൽ ഭയങ്കരധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു സീരീസ് കൂടിയാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. ദെൻ ഇതേ ടീമിൻ്റെ തന്നെയായിരുന്നു 2010 പുറത്തിറങ്ങിയ പെസഫിക് എന്ന സീരീസും. പെസഫിക്കും ഇതേപോലത്തെയുള്ള ഈ ക്രൂ തന്നെ എടുത്തിട്ടുള്ള വാട്ടറിൽ നടക്കുന്ന അല്ലെങ്കിൽ സീയിൽ നടക്കുന്ന യുദ്ധങ്ങളായിരുന്നു. വേൾഡ് വാർ 2 ടൈമിലുള്ള 100th ബോംബ് ഗ്രൂപ്പിന്റെ പെസഫിക് വാർ ആയിരുന്നു ഈ ഒരു പെസഫിക് എന്ന സീരീസിൽ മുഴുവനായിട്ട് കാണിച്ചു തന്നത്. സോ ആക്ച്വലി ബാൻഡ് ഓഫ് ബ്രദേഴ്സിന്റെ ഒരു കമ്പാനിയനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതായിരുന്നു 10 വർഷം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ ഈ ഒരു പെസഫിക്. കാരണം അതേ ടൈമിൽ ഇപ്പോൾ ലാൻഡിലും സീയിലും നടക്കുന്ന കാര്യങ്ങൾ പാരലായിട്ട് 2 സീരീസും കണ്ട് നമുക്ക് അങ്ങനെയും കിട്ടും. ഇപ്പോൾ മാസ്റ്റേഴ്സ് ഓഫ് ദി എയർ വരുമ്പോൾ ഇതും അതിൻ്റെ ഒരു കമ്പാനിയനാണ്. ഇത് ഫുള്ളായിട്ട് എയറിൽ നടക്കുന്ന സാധനങ്ങളാണെന്ന് പറയാം. ഈ ബാറ്റിൽ ഫീൽഡിന്റെ 5 എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. 5 ആണോ 1 ആണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതിൽ ഇതുപോലെ ഇങ്ങനെ ടെറൈൻ സ്വിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മളിപ്പോൾ പക്ക വേൾഡ് വാർ ടൈം തന്നെയാണ് അതിൽ. പക്ഷേ അതിലിപ്പോൾ ഇങ്ങനെ ലാൻഡിലുള്ളതും വാട്ടറിലുള്ളതും എയറിലുള്ളതൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ സ്വിച്ച് ചെയ്യാം. ഓരോ പർട്ടിക്കുലർ സ്റ്റോറി ലൈൻ കഴിയുമ്പോൾ നമ്മളെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ മാറി വരും. സോ ക്യാരക്ടേഴ്സും ഇതും ഈ ഒരു ഗെയിമിൻ്റെ ഇടയിലും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സീക്വൻസിൻ്റെ ഇടയിലടക്കം മിഷൻ്റെ ഇടയിലടക്കം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ പറ്റും. ആ രീതിക്കായിരിക്കും ഇത് 3 കൂടി ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ എന്നെനിക്ക് തോന്നുന്നു. കാരണം ഒരേ ടൈം പീരീഡിലുള്ള ചിലപ്പോൾ ഒരേ മോട്ടീവുള്ളൊരു മിഷൻ പല പല ആൾക്കാർ പല പല ടൈം പീരീഡിൽ എങ്ങനെ ചെയ്തു എന്നതായിരിക്കും ഈ ഒരു 3 സീരീസിലും കാണിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡൺകിർക്ക് എന്ന മൂവി, ആ ഡൺകിർക്കിൽ നമ്മളിതുപോലെ കണ്ടിട്ടുണ്ട്, എയറിലുള്ള സംഭവം കണ്ടിട്ടുണ്ട്, സീയിലുള്ളത് കണ്ടിട്ടുണ്ട്, ദെൻ ലാൻഡിലുള്ളത്. അത് 3 ഒരു സിനിമയിൽ കാണിച്ച പോലെ തന്നെ 3 സെപ്പറേറ്റ് സീരീസുകളിൽ ഒരേ ടൈം ഫ്രെയിമിൽ നടക്കുന്ന കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുകയാണ്. സോ ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നെന്ന് പറയാം. 3 കമ്പാനിയനായിട്ട് പുറത്തിറങ്ങുന്ന സീരീസുകൾ. പക്ഷേ ഇതിനപ്പുറം മാസ്റ്റേഴ്സ് ഓഫ് ദി എയർ എന്ന സീരീസിൽ ഞാൻ ഭയങ്കരധികം എക്സൈറ്റഡ് ആവാനുള്ള മറ്റൊരു കാര്യങ്ങളിൽ ഒന്ന് ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്കെയിലിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. ഓൾറെഡി ആപ്പിൾ TV പ്ലസ് ആണ്, ബഡ്ജറ്റ് ഇങ്ങനെ വാരിക്കോരി അറിയും. ഓൾറെഡി പല സൈഫൈ സിനിമകൾക്ക് നമ്മളത് കണ്ടിട്ടുണ്ട്, സീരീസുകൾക്കൊക്കെ തന്നെ. 2001 ബാൻഡ് ഓഫ് ബ്രദേഴ്സ് ഇറങ്ങിയത്. അന്നേ അതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി നമുക്കറിയാം. 2024 ഇപ്പോൾ മാസ്റ്റേഴ്സ് ഓഫ് ദി എയർ പുറത്തിറങ്ങുന്നത്. അറൗണ്ട് ഒരു 10-20-22 വർഷം കഴിഞ്ഞിട്ട്. സോ ഇതിലെന്തൊക്കെ ഗ്രാൻഡ് സ്കെയിലായിട്ട് ഇവർ കാണിക്കാൻ പോകുന്നു എന്നൊരു ചോദ്യമുണ്ട്. കൂടാതെ മറ്റൊരു കൺസേൺ ഉള്ളത് VFXൻ്റെ അമിത ഉപയോഗമാണ്. പക്ഷേ VFX ഒക്കെ നന്നായിട്ടാണ് ഇവർ യൂസ് ചെയ്യാറ് ആപ്പിൾ TV പ്ലസ്. പക്ഷേ ബാൻഡ് ഓഫ് ബ്രദേഴ്സിലൊക്കെ കുറേ പ്രാക്ടിക്കൽ എഫക്ട്സ് ഉണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. കാലും കൈയൊക്കെ തെറിക്കുമ്പോൾ നമുക്ക് പക്കയായിട്ട് അത് അറിയാൻ പറ്റും. അതേപോലെ ഇതിൽ കാണിക്കാൻ പറ്റുമോ എന്നൊരു കാര്യം കൂടി ഉണ്ട്. ദെൻ അപ്പാർട്ട് ഫ്രം ദി ആക്ഷൻ, ബാൻഡ് ഓഫ് ബ്രദേഴ്സിനെ ഗംഭീരാക്കിയത് അതിൻ്റെ ആ ഒരു ആൻറ്റി വാർ എന്നല്ല, വാറിനെ ഗ്ലോറിഫൈ ചെയ്യുക ആയിരുന്നില്ല ബാൻഡ് ഓഫ് ബ്രദേഴ്സിൽ. എന്താണ് വാർ, എന്താണ് അവിടെ നടന്നത് എന്നതിൻ്റെ എല്ലാ ആസ്പെക്ട്സും അതിൽ കാണിച്ചു തരുന്നു. അതേപോലെ തന്നെയാണ് മാസ്റ്റേഴ്സ് ഓഫ് ദി എയറിൽ കാണിക്കാൻ പോകുന്നത് എന്ന് ഒരു പ്രതീക്ഷയുണ്ട്. സോ മാസ്റ്റേഴ്സ് ഓഫ് ദി എയറും ഒരു മിനി സീരീസ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് സീരീസ് ആയിട്ട് തന്നെയാണ് പുറത്തിറങ്ങുന്നത്. ഒരു 9 എപ്പിസോഡുള്ള ഒരു മിനി സീരീസ്. അതിൻ്റെ ആദ്യത്തെ 2 എപ്പിസോഡുകളായിരിക്കും ജനുവരി 26 പുറത്തിറങ്ങുക. ദെൻ ബാക്കിയുള്ള എപ്പിസോഡുകളൊക്കെ തന്നെ കംപ്ലീറ്റ് ആവുന്ന ഒരു പക്ഷേ മാർച്ച് 15 ആയിട്ടായിരിക്കും. ഈ സീരീസ് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ചും താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഞാൻ ഈ പറഞ്ഞ 2 സീരീസുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ബാൻഡ് ഓഫ് ബ്രദേഴ്സും പസഫിക്കും, പ്രത്യേകിച്ച് ബാൻഡ് ഓഫ് ബ്രദേഴ്സ് തീർച്ചയായിട്ടും കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് ഐറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും മിസ്സാക്കരുത്. സോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.